ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. സഹനരാവുകളെ പ്രത്യാശയുടെ പൊൻവെളിച്ചം കൊണ്ട് പരിപോഷിപ്പിക്കുന്ന, പവിത്രമാക്കുന്ന കുരിശ്. സഹനമെന്ന ജീവിതത്തിൻ്റെ ഒഴിച്ചുകൂടാനാവാത്ത യാഥാർത്ഥ്യത്തെ കുരിശിൻ്റെ പ്രത്യാശയുടെ കിരണം വീശി കുടയും കൂടെ മെച്ചപ്പെടുത്താൻ നമുക്കാവട്ടെ. വിശുദ്ധ ബൈബിളിനെക്കുറിച്ച് പറയണത്, പ്രത്യാശ അതിൽ നിന്നും അടർത്തി മാറ്റിയാൽ പിന്നെ അത് ഒന്നിനും കൊള്ളില്ല. പ്രത്യാശയാണ് നമ്മുടെ ജീവിതത്തെ പ്രകാശിതമാക്കുന്നത്, മുൻപോട്ട് നയിക്കാൻ കരുത്തു പ്രദാനം ചെയ്യുന്നത്, തളരാറ ജീവിതത്തിൻ്റെ പ്രതികൂലങ്ങളിൽ അനുഗ്രഹമായി മാറാൻ നമുക്ക് അഭിഷേകം പ്രദാനം ചെയ്യുന്നത്. മരിക്കാൻ കിടക്കുന്നൊരു മനുഷ്യൻ്റെ ജീവിതത്തിൽ തൊട്ടടുത്ത കട്ടിലിൽ കിടന്നൊരു മനുഷ്യൻ്റെ വാക്കുപോലും പ്രതീക്ഷയുടെ, പ്രത്യാശയുടെ പൊൻകിരണം നൽകുകയാണ്. ജനലരികിൽ കിടക്കുന്നവൻ അപ്പുറത്ത് മാറിക്കിടക്കുന്ന കിടപ്പ് രോഗിയോട് ഓരോ പ്രഭാതത്തിലും മനോഹരമായിട്ടുള്ള സൂര്യോദയത്തെക്കുറിച്ചും അത് പ്രകൃതിയിൽ, ജീവജാലങ്ങളിൽ, വൃക്ഷലതാറുകളിൽ ഉണ്ടാക്കുന്ന വലിയ മാറ്റങ്ങളെക്കുറിച്ചും സുന്ദരമായിട്ട് വർണ്ണിക്കുമായിരുന്നു എന്നും, അയാൾ മരിച്ചു കഴിഞ്ഞപ്പം ആ മനുഷ്യൻ കണ്ട കാഴ്ചകളൊക്കെ കാണാൻ വേണ്ടിയിട്ട് ജനലരികിൽ ചെന്ന ഈ മനുഷ്യൻ സങ്കടത്തോടുകൂടെ മനസ്സിലാക്കേണ്ട ഒരു സത്യമുണ്ട്. അവിടെ ഒന്നും കാണാനാവണില്ല, ഒരു വലിയ ഭിത്തി അല്ലാതെ. പിന്നെ അയാൾ എന്താണ് പറഞ്ഞത്? എന്നെ പറ്റിക്കുകയായിരുന്നു. പരിചയമുള്ള നേഴ്സ് പറഞ്ഞു, പറ്റിക്കുകയല്ല, അയാൾ അന്ധനായിരുന്നു. എന്നിട്ടും അടുത്തു നിൽക്കുന്നവൻ്റെ ജീവിതത്തിനൊരു പ്രത്യാശ കൊടുക്കാൻ വേണ്ടി, അന്ധകാരത്തിൻ്റെ ആവരണത്തിൽ നിന്ന് വിടുവിക്കാൻ വേണ്ടി അയാൾ ചെയ്ത സൽക്കർമ്മം, കുരിശും നോമ്പും ഇത് തന്നെയാണ്. ആ കുരിശിൻ്റെ നിഴൽ, പ്രത്യാശയുടെ നിഴൽ നമുക്ക് ലഭിക്കാൻ ആഗ്രഹിക്കാം. യേശോയെ, കുരിശിൻ്റെ പ്രത്യാശ നിഴൽ കൊണ്ട് ഞങ്ങളുടെ ജീവിതത്തെ പ്രകാശിപ്പിക്കാൻ കരുണയുണ്ടാകണേ.